മാസപ്പടി കേസിൽ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. ഹാജരാകാനായി ഇന്ന് രാവിലെ വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ഇഡി ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി. CMRL സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള, CFO സുരേഷ് കുമാർ എന്നിവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇന്നലെ ആരംഭിച്ച ചോദ്യം ചെയ്തൽ 24 മണിക്കൂറാണ് പിന്നിട്ടത്. വിവരങ്ങളുമായി ജിജേഷ് കരുണാകരൻ ചേരുന്നു. ജിജേഷ്, ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. CMRLലെ 3 ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശശിധരൻ കർത്തയ്ക്ക് ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നുള്ള നോട്ടീസ് വീണ്ടും നൽകിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനിർണായകമായ നീക്കങ്ങളിലൂടെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് CMRL ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് കടന്നത്. എന്നാൽ സാധാരണഗതിയിലുള്ള ചോദ്യം ചെയ്യലിനും അപ്പുറം ഏതാണ്ട് മണിക്കൂറുകൾ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ അല്പം മുമ്പ് മാത്രമാണ് പൂർത്തിയായി അവർ പുറത്തേക്ക് ഇറങ്ങിയത്, അവരെ വിട്ടയച്ചത്. അങ്ങനെ 24 മണിക്കൂർ നീണ്ട തുടർച്ചയായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് CMRL ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോയത്. പ്രത്യേകിച്ച് CMRLും എക്സലോജി കമ്പനിയും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് വിശദമായ ഈ ചോദ്യം ചെയ്യൽ. മാത്രമല്ല, ചില രേഖകൾ അന്വേഷണ സംഘം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എക്സലോജിക്കിന് നൽകിയിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആ സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകൾ, അനുബന്ധമായ രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കമുള്ളവ ഹാജരാക്കാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട രേഖകളിൽ ഏതാനും രേഖകൾ മാത്രമാണ് അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകിയത്. തുടർന്നാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. അതിൽ പ്രധാനമായും IT ഓഫീസർ അടക്കം നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് MD അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ പണം കൈമാറ്റങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിൽ നടക്കാറുള്ളത്. ഈ ഫിനാൻസ് ഓഫീസറും വ്യക്തമാക്കിയ അനുസരിച്ച് ശശിധരൻ കർത്ത തന്നെ ഇക്കാര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ പണമിടപാടുകൾ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും തന്നെ ഇടപെടാറുണ്ട്. MDയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ എല്ലാം വൗച്ചറുകൾ തങ്ങൾ സൂക്ഷിക്കാറുണ്ട് എന്ന കാര്യമാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ IT ഓഫീസർ, സീനിയർ IT ഓഫീസർ അഞ്ജു വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എക്സലോജിക്കിന് സേവനങ്ങൾ നൽകിയതായി തന്റെ അറിവിലില്ല. പല ഉദ്യോഗസ്ഥർ മാറിയിരുന്നിട്ടുള്ളതാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും എക്സലോജിക്കിന് നൽകിയ സേവനങ്ങളുമായി എക്സലോജിക്ക് തിരികെ നൽകിയ സേവനങ്ങൾ ലഭിച്ചതായി വ്യക്തമല്ല. മാത്രമല്ല, IT സേവനങ്ങളുടെ ഒരു കരാർ എന്ന നിലയിലാണ് ഇത്തരത്തിൽ CMRL എക്സലോജിക്കുമായി 1,72,00,000 രൂപ കൈമാറുന്ന തരത്തിലുള്ള ഇടപാടിലേക്ക് നീങ്ങിയത് എന്ന കാര്യം IT ഓഫീസർ മൊഴി നൽകിയിരിക്കുന്നു. എന്നാൽ ഈ മൊഴികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശശിധരൻ കർത്തയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം സമൻസ് നൽകിയിരുന്നുവെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അസുഖബാധിതനാണ്, എത്താൻ കഴിയില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാജരായിരുന്നില്ല. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനുള്ള പരമാവധി നീക്കങ്ങൾ ശശിധരൻ കർത്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് സമൻസ് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ സമൻസ് റദ്ദാക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികൾ തടയണം എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിൽ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അന്വേഷണം തടയാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നും ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകി. എന്നാൽ കോടതിയുടെ നിർദ്ദേശം ലഭിച്ചിട്ട് പോലും ശശിധരൻ കർത്ത ഹാജരായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലും ഒപ്പം തന്നെ 24 മണിക്കൂർ നീണ്ട തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ നൽകിയ ചില വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ ഹാജരാകണമെന്ന കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി സമൻസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്നും ശശിധരൻ കർത്ത ഇതുവരെ ഹാജരായിട്ടില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ച വിവരങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരിട്ട് മൊഴിയെടുക്കുക അടക്കമുള്ള നടപടികളെക്കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കാരണം രോഗബാധിത ചൂണ്ടിക്കാണിച്ച് ഇനിയും ഹാജരാകാൻ എത്തിയില്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് തന്നെയാണ് കടക്കുക. വലിയ തോതിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാണ്. ശരി, ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.